തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിനെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആദ്യം വിറപ്പിച്ചെങ്കിലും ഒടുവിൽ നാലാം വട്ടവും തരൂർ തന്നെ വിജയിച്ചു കയറി 16,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. തരൂർ വീണ്ടും തിരുവനന്തപുരം പിടിച്ചത് തീരദേശ മേഖലയുടെ ബലത്തിലാണ്. അതേസമയം വോട്ടെണ്ണൽ കഴിഞ്ഞ് 4 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമം നടന്നെന്ന പരാതിയുമായി തരൂർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോടി രവിയുടെ പേരെടുത്തു പറഞ്ഞാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയത്. അട്ടിമറി ശ്രമം അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ തന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ശശി തരൂർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒരു കൂട്ടം പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ല. DCC പ്രസിഡന്റ് പാലോടി രവി പ്രചാരണം കൃത്യമായി ഏകോപിപ്പിച്ചില്ല. ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടായില്ല. തനിക്ക് വോട്ട് കുറഞ്ഞതിന് പിന്നിൽ ചില നേതാക്കൾക്ക് പങ്കുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പരാതിയിൽ തരൂർ ഉന്നയിക്കുന്നു. DCC പ്രസിഡന്റ് പാലോടി രവിയെ കൂടാതെ കോൺഗ്രസിലെ ചില നേതാക്കൾ കൂടി തനിക്കെതിരെ പ്രവർത്തിച്ചെന്ന ആരോപണവും തരൂർ ഉയർത്തി. പരാതി ഹൈക്കമാൻഡ് പരിശോധിക്കട്ടെ എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളിൽ സംഘടനാ വീഴ്ച ഉണ്ടായെന്നും തരൂർ ആരോപിക്കുന്നുണ്ട്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് തരൂർ ചൂണ്ടിക്കാട്ടിയത്. വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടങ്ങളിലായിരുന്നു തരൂർ ലീഡ് നേടിയത്. വോട്ടെണ്ണലിൽ ആദ്യം പുറത്തു വന്നത് തരൂരിന്റെ ലീഡായിരുന്നു, 19 വോട്ട്. എന്നാൽ നിമിഷങ്ങൾക്കകം NDAയുടെ രാജീവ് ചന്ദ്രശേഖർ മുന്നിലെത്തി. വോട്ടെണ്ണൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തരൂർ 2230 വോട്ടിന്റെ ലീഡ് പിടിച്ചു. വീണ്ടും രാജീവ് ചന്ദ്രശേഖർ. UDF പ്രവർത്തകർക്ക് ആശങ്കകൾ സമ്മാനിച്ച മണിക്കൂറുകളായിരുന്നു പിന്നീട്. ലീഡ് രാജീവ് ചന്ദ്രശേഖറിന് മാത്രം. വോട്ടെണ്ണൽ 1.5 മണിക്കൂറിലെത്തിയപ്പോൾ പിടിച്ച ലീഡ് ക്രമാനുഗതമായി ഉയർത്തി 12:30യോടെ 24,000 കടത്തി. എന്നാൽ പിന്നീട് മെല്ലെ കുറഞ്ഞു തുടങ്ങി. ഉച്ചയ്ക്ക് കൃത്യം 1:23 ആദ്യമായി തരൂരിന് ലീഡ് 192 വോട്ട്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആ കുതിപ്പ് 16,077 വോട്ടിന്റെ ഭൂരിപക്ഷം. 2009-ലും 2019-ലും വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച തരൂർ ആ 2 തിരഞ്ഞെടുപ്പിലും എല്ലാ ഘട്ടത്തിലും ലീഡ് നേടിയിരുന്നു. എന്നാൽ 2014-ൽ O രാജഗോപാലിനെതിരെ മത്സരിച്ച് 15,470 വോട്ടിന് മാത്രം വിജയിച്ച ഘട്ടത്തിൽ അവസാന ഘട്ടം വരെ പിന്നിൽ നിന്ന ശേഷമാണ് തരൂർ വിജയത്തിലെത്തിയത്. അതേസമയം അടുത്ത തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന് ഉറപ്പില്ല എന്നും യുവാക്കൾക്ക് അവസരം നൽകുക എന്ന തന്റെ തീരുമാനത്തിന്റെ ഭാഗമാണിതെന്നും ശശി തരൂർ വെള്ളിയാഴ്ച പറഞ്ഞു. തന്റെ അവസാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്നും തരൂർ പറഞ്ഞു. രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം മറുപടി നൽകി. ഇത് എൻ്റെ അവസാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. പൊതുജീവിതത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത 5 വർഷം എന്നെ തിരഞ്ഞെടുത്ത് അയച്ച കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ പ്രയത്നിക്കും. അതിനുശേഷം ഏതൊരു സാധാരണക്കാരനെയും പോലെ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാനും പുസ്തകങ്ങൾ എഴുതാനും വായിക്കാനും ഒക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കേരളത്തിലെ പൊതുപ്രവർത്തനം എന്നാൽ അത് കുറച്ച് മുന്നൊരുക്കം വേണ്ട കാര്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാത്രമേ ഞാൻ മാറി നിൽക്കുന്നുള്ളൂ. നിരവധി സാധ്യതകൾ ഇനിയും മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൻ ഇല്ലെന്നാണ് പറയുന്നത്. ലോക്സഭയിൽ എൻ്റെ റോൾ കഴിഞ്ഞു. ആവശ്യത്തിന് ലോക്സഭയിൽ ഞാൻ ഉണ്ടായിരുന്നു. പുതുമുഖങ്ങൾക്ക് വഴിമാറി കൊടുക്കേണ്ടതുണ്ട്. ഒരു ഘട്ടമെത്തുമ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതായി വരും. ഇപ്പോൾ തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നും തരൂർ പറഞ്ഞു. ലോക്സഭ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. എൻ്റെ മണ്ഡലത്തിനായി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അത് തുടരും. പക്ഷേ MP ആവാതെ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും തരൂർ വ്യക്തമാക്കി. അതുകൊണ്ട് മത്സരിച്ച് വിജയിക്കേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2019-ൽ 99,989 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു തരൂർ ജയിച്ചത്. 2019-ൽ 4,16,131 വോട്ടുകൾ കിട്ടിയ ശശി തരൂരിന് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് 3,58,155 വോട്ടുകളായിരുന്നു. 2014-ൽ ആദ്യം മത്സരിച്ചപ്പോൾ കിട്ടിയ ഭൂരിപക്ഷത്തിന് അടുത്തേ ഇത്തവണ കിട്ടിയുള്ളൂ. IT വ്യവസായ കേന്ദ്രമായ കഴക്കൂട്ടത്ത് 10,842 വോട്ടിന്റെ ലീഡാണ് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചത്. വട്ടിയൂർക്കാവിൽ 8,162 വോട്ടിന്റെ ഭൂരിപക്ഷവും നേമത്ത് 22,126 വോട്ടിന്റെ മുൻതൂക്കവും അദ്ദേഹത്തിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ശശി തരൂരിന് 14,200 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചത് ഇക്കുറി 4,541 കുറഞ്ഞു. പാറശാലയിൽ കഴിഞ്ഞ തവണ ലഭിച്ച 22,002 ലീഡ് ഇക്കുറി 13,069 കോവളത്ത് 31,171 ഇത്തവണ 16,666 കുറയുകയും ചെയ്തു. എന്നാൽ നെയ്യാറ്റിൻകരയിൽ തരൂരിന് കഴിഞ്ഞ തവണ ലഭിച്ച 12,041 വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ 22,613 ഉയർന്നു.
തരൂരിന് കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് 1485 വോട്ടിന്റെ ലീഡും വട്ടിയൂർക്കാവിൽ 2636 വോട്ടിന്റെ ലീഡുമാണ് ലഭിച്ചത്. തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളിൽ സംഘടനാ വീഴ്ച ഉണ്ടായെന്ന് ശശി തരൂർ പറഞ്ഞു. നിയമത്ത് ഇത്രയും തിരിച്ചടി പ്രതീക്ഷിച്ചില്ലെന്നും പാർട്ടി വിശദമായി പരിശോധിക്കണമെന്നും തരൂർ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. 2014 തനി ആവർത്തനമാണ് വോട്ടെണ്ണലിൽ കണ്ടത്. തുടക്കത്തിൽ BJPക്ക് ലീഡ്, വിജയിക്കുമെന്ന പ്രതീക്ഷ. ഒടുവിൽ BJPയെ പിന്നിലാക്കി ഫോട്ടോ ഫിനിഷിൽ തരൂരിന് വിജയക്കുതിപ്പ്. 2014 ശശി തരൂരും O രാജഗോപാലും ഏറ്റുമുട്ടിയപ്പോൾ അവസാന നിമിഷമാണ് തരൂർ വിജയിച്ചു കയറിയത്. എന്നാൽ 2019 99,989 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തരൂർ BJPയുടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത്. വോട്ടെണ്ണലിന്റെ അവസാന നിമിഷമാണ് തരൂർ ലീഡ് ഉയർത്തിയത്. അതിന് തുണയായത് തീരദേശ ഗ്രാമീണ വോട്ടുകളാണ്. നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ഉൾപ്പെട്ട നഗരമേഖല പൂർണ്ണമായും കൈവിട്ടു. കഴിഞ്ഞ ദിവസം രാവിലെ തിരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം വിളിച്ചു ചേർത്ത തരൂർ ഇക്കാര്യം യോഗത്തിലും ഉന്നയിച്ചു. സംഘടനാ വീഴ്ചയുണ്ടായെന്ന് തരൂർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം മുൻനിർത്തിയാണ് ഇത്തവണയും UDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സമുദായ സമവാക്യങ്ങൾ തരൂരിന് അനുകൂലമാണെന്ന പാർട്ടിയുടെ വിശ്വാസം തെറ്റിയില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ BJP നഗരമേഖലയിൽ നിന്ന് പിടിച്ച വോട്ടുകളെ തരൂർ മറികടന്നത് തീരദേശത്തെ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിലൂടെയായിരുന്നു. പാറശാല, നെയ്യാറ്റിൻകര മേഖലകളിൽ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുമുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഇപ്പോഴും തരൂരിന് ഒപ്പമുണ്ടെന്ന് UDF നേതൃത്വം പറയുന്നു. 3 തവണ MP ആയ തരൂരിനെതിരെ മണ്ഡലത്തിൽ വികാരമുണ്ടെന്നും അത് വോട്ടാക്കുമെന്നും പ്രതീക്ഷിച്ച BJPക്ക് ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ സാന്നിധ്യമാണ് തിരിച്ചടിയായി മാറിയത്. തരൂർ വിരുദ്ധ വോട്ടുകൾ കൂടുതലും പന്ന്യൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനുമായി വിഭജിക്കപ്പെട്ടതോടെ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും മണ്ഡലം നിലനിർത്താനായെന്നതിന്റെ ആശ്വാസത്തിലാണ് UDF ക്യാമ്പ്.